ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുകുടുംബത്തിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നാട്ടിൽ നിന്നൊക്കെ തിരിച്ചെത്തി എന്ന് പറഞ്ഞൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിന് ആരും വലുതായിട്ടൊന്നും വീഡിയോസ് ഒന്നും കണ്ടതായിട്ടൊന്നും കണ്ടില്ല. എന്നാലും പിന്നെ അങ്ങനെ ബോറടിച്ചിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ എടുത്തിടണമെന്നൊക്കെ തോന്നും. അങ്ങനെ അപ്പോൾ ഇന്ന് ഇന്ന് എന്താ തേഴ്സ്ഡേ ആണ്. ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പം ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ സാധാരണ നാട്ടിൽ പോയപ്പം നാട്ടിൽ ഒരു 6 മണി ഒക്കെ ആകുമ്പം സാധാരണ എഴുന്നേൽക്കുമല്ലോ രാവിലെ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് ഇവിടെ ഒരു 1 മണി 12 മണി 1 മണി ഒക്കെ ആകുമ്പോൾ ഞാൻ കണ്ണു തുറക്കും, നാട്ടിലെ ആ സമയത്തിൻ്റെ ഇത് വെച്ചിട്ട്. അങ്ങനെ ഇപ്പം അതൊന്ന് മാറി വരണമെങ്കിൽ ഒരു 1-2 ആഴ്ച എടുക്കും. എന്നാലും പിന്നെ എന്താ ചെയ്യണമെന്നറിയാതെ പിന്നെയും ഇങ്ങനെ കിടന്ന് പിന്നെയും ഒന്ന് മയങ്ങും. അങ്ങനെ ഇന്ന് ഒരു 7:30 ആയി എഴുന്നേറ്റ് രാവിലെ കുളിച്ച്. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു വിഷമമാണ് നാട്ടിൽ നിന്നൊക്കെ പോന്നിട്ട്. കാര്യം എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും പിന്നെ അതൊക്കെ ഓർക്കുമ്പം എനിക്ക് സന്തോഷമല്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്. അവരെല്ലാം മിസ് ചെയ്യുന്നു കൊണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ വീഡിയോസൊക്കെ എടുത്ത് കാണും, എല്ലാവരുമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് കാണും. പക്ഷേ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് കാരണം പിന്നെ ഓർക്കും, അതൊന്നും കാണണ്ട എന്നോർക്കും. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ഒക്കെ ഇങ്ങനെയൊക്കെ അല്ലേ ജീവിതം അല്ലേ. എനിക്കാണെങ്കിൽ ഈ പ്രായത്തിലൊക്കെ എനിക്ക് നാട്ടിൽ നിൽക്കാനും കൊച്ചുമക്കളെയൊക്കെ വളർത്താനും കൊണ്ടു നടക്കാനും ഒക്കെ ഭയങ്കര ഒരു ആഗ്രഹമാണ്. പക്ഷേ എന്താ ചെയ്യുന്നത്, ഇവിടെ വന്നൊരു ജോലിയിൽ ഏർപ്പെട്ട് പോയി. പിന്നെ അതൊക്കെ അങ്ങനെ ഉത്തരവാദിത്തമായിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ജോലിയൊക്കെ ആകുമ്പോൾ. അങ്ങനെ ഒക്കെ പോകുന്നു. ഇനിയിപ്പം കുറേ നാളിലൂടെയൊക്കെ ഇങ്ങനെ പോകണം, എന്നിട്ട് പിന്നെ നാട്ടിൽ തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം വന്നിട്ട് ഭയങ്കര ഒരു സങ്കടം, വിഷമം അങ്ങോട്ട് മാറുന്നേ ഇല്ല. ഞാനങ്ങനെ കഴിവതും ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ അതൊക്കെ ഒന്നും ഓർക്കാതിരിക്കട്ടെ. അപ്പം ഇങ്ങനെ അവരുമായിട്ടൊക്കെ പോയതും വന്നതും വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് സന്തോഷമാണെങ്കിലും ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നല്ലോ എന്ന് ഓർത്തിട്ട് സങ്കടവുമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ജീവിതം അല്ലേ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു ചായ വെക്കാനൊക്കെ വെച്ച് ഇപ്പം അങ്ങനെ കിടന്നിട്ടും കാര്യമില്ലല്ലോ, എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ആക്റ്റീവായിട്ട് വരണമെന്ന് വിചാരിക്കുന്നു. അപ്പം തണുപ്പും കൂടെ ആയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും, ചൂടിൽ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വന്ന് തണുപ്പ് ആയിട്ട്. പക്ഷേ പുറത്തോട്ടൊന്നും ഇറങ്ങാനും ഒന്നും പറ്റുന്നില്ല, ഭയങ്കര മടിയാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ. പിന്നെ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇന്നും പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല. പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം, GPയിലൊന്ന് പോയൊരു ഡയബറ്റിക്കിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യണം. പിന്നെ എന്താണ്, പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നു. ബാങ്കിലൊന്ന് പോകണം. ബാങ്കിൻ്റെ എന്തോ ഒരു ഇഷ്യൂ കാരണം എനിക്ക് ഈ മംഗ്ലീഷ് അത് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം ഈ ഇംഗ്ലീഷ് ഇങ്ങനെ ഇതല്ല യൂസ് ചെയ്യുന്നത്, മലയാളമൊന്നും എഴുതാൻ പറ്റുന്നില്ല കേട്ടോ. ഞാൻ അതൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ്, ബാങ്കിൻ്റെ എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോൾ അവർ മംഗ്ലീഷ് റൈറ്റിങ് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താണ്, നാട്ടിലൊക്കെ ഇപ്പം എന്താ കാലാവസ്ഥ. നേരത്തെ ഞാൻ പോരുമ്പോഴൊക്കെ വൈകിട്ടൊക്കെ മഴയുണ്ടായിരുന്നു, ഈവനിങ് ആകുമ്പോഴത്തേന് ഭയങ്കര മഴയും പിന്നെ ഇടിയും കൊള്ളിയാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താണ്, ഇവിടെയും രാത്രിയിലൊക്കെ മഴയായിരുന്നെന്ന് തോന്നുന്നു. വിൻഡോയിലൂടെയൊക്കെ നോക്കിയിട്ട്
മഴ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇലയെല്ലാം കൊഴിഞ്ഞ് ഇനി മരത്തിൻ്റെ. പിന്നെ ദേ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ഇരുമ്പപ്പുളി, നിങ്ങളൊക്കെ എന്താണോ പറയുന്നത് ഇതിന്, ഇരുമ്പപ്പുളി, അത് നമ്മുടെ വീട്ടിലില്ലായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എനിക്ക്, അപ്പുറത്തെ വീട്ടിലെ പൊന്നമ്മ എന്ന് പറയുന്ന ചേച്ചി എനിക്ക് തന്നതാണ്. അല്ല ചേച്ചിയല്ല കേട്ടോ, അല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ അങ്ങ് പറയായിരുന്നു. അവരുടെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോരാൻ സമയമായപ്പം അവരുടെ വീട്ടിലും ഇല്ലായിരുന്നു. പിന്നെ പൊന്നമ്മ എനിക്ക് വേറെ ഒരു വീട്ടിൽ നിന്ന്, അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് കൊണ്ട് പറിച്ചുകൊണ്ട് തന്നതായത്. അതാ ഇരുമ്പപ്പുളി. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന്, ഞാൻ ഫ്രഷായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അവരത് ഇവിടെ എന്താ സെക്യൂരിറ്റി ചെക്കപ്പ് വന്നപ്പോഴേക്കും ഇതെല്ലാം എടുത്തിട്ട് എന്നോട് ചോദിച്ചു ഇതെന്നാ ചില്ലിയാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചില്ലിയല്ല, ഇതൊരു പുളിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരതെല്ലാം എടുത്ത് നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം എടുത്ത് കളയുമായിരിക്കുന്നു. പിന്നെ അതാ ലൂബിക്ക, നിങ്ങൾ എന്താ പറയുന്നത്, നമ്മൾ ശീമനെല്ലി എന്നൊക്കെ പറയും. ശീമനെല്ലി, ലൂബിക്ക, ലോലോലിക്ക എന്നൊക്കെ പറയത്തില്ലേ. അതും ഞാൻ കുറച്ച് ഉപ്പിലിട്ട് കൊണ്ടുവന്നു, കുറേ കൊണ്ടുവന്നായിരുന്നു. എന്നിട്ട് ഞാനത് ചെറിയ ചെറിയ കുപ്പികളിലാക്കി. ഇവിടെ എല്ലാവർക്കൊക്കെ ഇഷ്ടമാവുമല്ലോ ഇത്രയൊക്കെ, എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഒത്തിരി നാളുകളായിട്ടുണ്ടാവും. ഇതൊക്കെ മിസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇത്. ഇവിടെ ഉള്ളവരൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം ഞാൻ അതുമൊക്കെ കുറച്ച് ഉപ്പിലിട്ട് കൊണ്ടുവന്ന്, എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് വലിയൊരു കുപ്പിക്കകത്തൊക്കെയാണ് കൊണ്ടുവന്നത്. പക്ഷേ അതെല്ലാം ലീക്ക് ആവത്തില്ലേ അല്ലെങ്കിൽ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ഞാൻ അത് കുറച്ച് മുളക് പൊടിയും കായവും ഉപ്പും എല്ലാം ഇട്ട് അതും ശരിയാക്കി. അതുപോലെ തന്നെ ഫ്രഷ് നെല്ലിക്ക കൊണ്ടുവന്നാണേ. കുറച്ച് എല്ലാം വെയിറ്റ് എല്ലാം ഭയങ്കര കൂടുതലായിരുന്നു. കാരണം ഞാൻ എല്ലാം മുഴുവനൊന്നും കൊണ്ടുവന്നില്ല, കുറച്ചെന്നാലും എൻ്റെ കൊതിക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. ആ നെല്ലിക്കായ ഇവിടെ വന്ന് ഞാൻ എന്തേ കട്ട് ചെയ്ത് ഉപ്പും വെള്ളവും ഉപ്പും വിനാഗിരിയും മുളക് പൊടിയും കായൊക്കെ ഇട്ടിട്ട് അതും ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്നെടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെയൊക്കെ കുറേ നമ്മളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു. ഇതാ വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് ബീഫൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നേ. അത് ഫ്രീസറിൻ്റെ അകത്ത് വെച്ചിരിക്കുക. പിന്നെ കുറേശ്ശെ എടുത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് സവളയൊക്കെ ഇട്ട് വഴറ്റിയെടുത്താൽ മതിയല്ലോ. പിന്നെ 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 വേറെന്താ, ഇന്ന് വേറെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളെ, പക്ഷേ ഇനിയും ഞാൻ വീഡിയോസൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ എല്ലാം മോൻ്റെ ഫോണിലും മോടെ ഫോണുകളിലും അവരുടെയൊക്കെ ഫോണുകളിലുണ്ട്. എനിക്കെല്ലാം അത് അയച്ചൊക്കെ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. പിന്നെ കുറേ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല. കാലാവസ്ഥ, പിന്നെ പിള്ളേരുടെ സ്കൂള്, മക്കളുടെ ജോലി, ഇതെല്ലാം കാരണം ഒന്നും ഒരിടത്തുമൊക്കെ അങ്ങനെ വലുതായിട്ട് പോകാൻ പറ്റില്ല. എന്നാലും കുറേയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയി. പിന്നെ മോളുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നു. മൂത്ത മോൻ്റെ വീട്ടിൽ പോയി നിന്നു. അങ്ങനെ ചില ഓരോ ദിവസങ്ങളിൽ അവരുടെയൊക്കെ വീടുകളിലൊക്കെ പോയി നിന്നു. പിന്നെ എല്ലാവരും കൂടെ ഒത്തുകൂടി കുറച്ച് ദിവസങ്ങളേ പറ്റിയുള്ളൂ. കാരണം എല്ലാവർക്കും പിള്ളേർക്ക് കൊച്ചു മോനൊക്കെ സ്കൂളിൽ 10ൽ പഠിക്കുന്നു. അങ്ങനെ അവരുടെയൊക്കെ സ്കൂളൊന്നും മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ, ക്ലാസ്സുകളൊക്കെ ഒന്നും പറ്റില്ലല്ലോ, ട്യൂഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കാരണം പിന്നെ പറ്റിയ സാഹചര്യങ്ങളിലൊക്കെ അവരുമായിട്ടൊക്കെ എൻജോയ് ചെയ്തു പോയി. ഇപ്രാവശ്യം ഗുരുവായൂർ പോകാൻ പറ്റിയില്ല. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ഇനിയിപ്പോൾ എനിക്ക് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ട്. പിന്നെ ഇനി ഞാൻ പോകുന്നത് എല്ലാവർക്കും അവധിയുള്ള ദിവസങ്ങളിൽ ആയിരിക്കും ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പിന്നെ അപ്പം നമ്മുടെ ചായക്കകത്ത് ഞാൻ മറന്നുപോയി, വർത്താനം പറഞ്ഞ് ഏലക്കയൊക്കെ ഇടാൻ മറന്നുപോയി. 2 ഏലക്ക പൊട്ടിച്ചിടണം. പിന്നെ ആ കല്ലിൽ ഞാൻ മുളക് ഇടിച്ചതാണ്, അതുകൊണ്ട് അതിലിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഏലക്ക ചതച്ച് ഇടുക. പിന്നെ ഇച്ചിരി ഇഞ്ചി ഞാൻ ഇട്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇഞ്ചി ഇട്ട്, എന്താണോ ഒരു ഓർമ്മയില്ല. അപ്പം വെള്ളമൊക്കെ തിളച്ച്, അപ്പോൾ ഇനിയിപ്പം ഏലക്ക ഇട്ടതല്ലേ, കുറച്ചുകൂടെ ഒന്ന് തിളക്കട്ടെ. ഏലക്കയുടെ ഫ്ലേവറെല്ലാം ഒന്ന് ഇറങ്ങട്ടെ അല്ലേ. അപ്പം പിന്നെ ഇന്നലെ സരസ്വതി ടീച്ചർ പറഞ്ഞായിരുന്നു എൻ്റെ മുഖം കാണുന്നില്ല എന്ന്. ഇപ്പോൾ കണ്ടോ ടീച്ചറെ? ഞാൻ നേരത്തെയൊക്കെ മുഖം കാണിച്ചൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്തോ
അപ്പോൾ എൻ്റെ മുഖമൊക്കെ കണ്ടല്ലോ ടീച്ചറെ. അപ്പോൾ ടീച്ചർ ഇന്നലെ ലൈവിലൊക്കെ വന്നായിരുന്നു കേട്ടോ, ആദ്യമായിട്ട്. താങ്ക് യു കേട്ടോ ടീച്ചറെ, ഒത്തിരി താങ്ക്സ് കേട്ടോ. ടീച്ചറെ എന്നെപ്പറ്റി വിവരങ്ങളൊക്കെ തിരക്കിയായിരുന്നു, ഇപ്പോൾ എവിടെയാണെന്നും എന്താണെന്നും ഒക്കെ. അപ്പോൾ ഒത്തിരി താങ്ക്സ് കേട്ടോ ടീച്ചറെ. ടീച്ചർ ഈ വീഡിയോ കാണും എനിക്കറിയാം, അപ്പോൾ താങ്ക്സ്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു, ഞാൻ ടീ ബാഗ് ഇട്ടു. പിന്നെ പാലൊഴിക്കാം. പാലൊക്കെ തീർന്ന് ഇനി കടയിൽ പോകണം. എനിക്ക് പുറത്തോട്ട് ഇറങ്ങുന്ന കാര്യം ഓർത്തിട്ട് ഭയങ്കര മടിയാണ്. പാലൊക്കെ തീർന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ കസിന് മേടിച്ച് വെച്ചിരുന്നു പാലും ബ്രെഡും പഴവും അതും ഇതൊക്കെ മേടിച്ച് വെച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പുറത്തോട്ടൊന്നും പോകേണ്ടി വന്നില്ല 2-3 ദിവസത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും പുറത്തോട്ടൊന്ന് പോകണം. അപ്പോൾ 2-3 കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യണം. ഓക്കെ. പിന്നെ എന്താണ്, എനിക്ക് ഒരു മാമൻ മാപ്പിള ഹാളിലൊരു വലിയൊരു കല്യാണം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പച്ചിയുടെ മോടെ കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ബന്ധുക്കളുടെ വീടുകളിലൊന്നും അധികം അങ്ങനെ പോകാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഈ കല്യാണത്തിന് എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കല്യാണത്തിന് പോയി. ഭയങ്കര നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ. അവർ അയർലൻഡാണ്, ചെറുക്കനും പെണ്ണും എല്ലാം. അപ്പം വന്ന് ആ കല്യാണമൊക്കെ കൂടി. പിന്നെ അപ്പോൾ നമ്മുടെ ഒരു നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു നമ്മുടെ അയ്യപ്പനും കോശീൻ്റെ അകത്തെ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ, അദ്ദേഹം ഉണ്ടായിരുന്നു കല്യാണത്തിന്. അപ്പോൾ അദ്ദേഹവും വൈഫും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഒരു നല്ലൊരു മനുഷ്യൻ, നമ്മളെ എല്ലാവരും വിളിച്ച് നിർത്തി ഫോട്ടോ എടുക്കുവാണ്. ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു. എല്ലാവരും നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് വന്ന് എല്ലാവരും, ഞങ്ങളൊക്കെ എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുത്തു. നല്ലൊരു മനുഷ്യൻ, എപ്പോഴും ചിരിച്ചുകൊണ്ട്, ഒരു ജാടയൊന്നും ഇല്ലാതെ. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ നമ്മളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോ എൻ്റെ കയ്യിലിപ്പോൾ കിട്ടിയിട്ടില്ല, മോൻ്റെയൊക്കെ കയ്യിലാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഞാൻ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സന്തോഷങ്ങൾ. ചായ റെഡിയായി, അതൊക്കെ ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ഇപ്പം എത്ര സമയമായിട്ടുണ്ട്? 7, 7:30, 8:30, 9, 10, 11, 12, എല്ലാവരും ലഞ്ച് കഴിക്കുന്ന സമയമായിട്ടുണ്ട് നാട്ടിലല്ലേ. അപ്പോൾ ഞാൻ രാവിലത്തെ ചായ കുടിക്കുന്നതേ ഉള്ളൂ. ചായ കുടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. മിക്കവാറും ബ്രെഡ് തന്നെയായിരിക്കും ശരണം. അപ്പോൾ കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് കഴിക്കാം. ഇപ്പോൾ അങ്ങനെ വിശക്കുന്നില്ല. ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വലിയ വിശപ്പൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കയറി കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. വലിയ കാര്യമായിട്ട് ഇതൊന്നും അല്ല, എന്നാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നിങ്ങളൊക്കെ കാണുമ്പോഴല്ലേ, നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് എല്ലാവരുമൊക്കെ കാണുന്നുണ്ടല്ലോ, എനിക്ക് മുന്നോട്ട് ഇനി വീഡിയോ ഇടാം എന്നൊക്കെയുള്ള ഒരു എന്താ, നിങ്ങളൊക്കെ കാണും, സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ആത്മവിശ്വാസവും ഒരു പ്രചോദനവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കയറി കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ. ഓക്കെ.